കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഏകാശി വിളക്കും ഒക്കെ ഉള്ള നല്ല സമയമല്ലേ. ചെമ്പൈ സംഗീതോത്സവവും എല്ലാം കൊണ്ടും വളരെ വിശിഷ്ടമായ സമയമാണ്. മണ്ഡലം മകരവിളക്കിൻ്റെ സമയമാണ്. എല്ലാം എന്താ പറയുക, ദേവകൾക്കൊക്കെ ശക്തി കൂടുന്ന സമയമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്താം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ സംഗീതം ഇങ്ങനെ വരികയാണ് ഓരോരുത്തരുടെയും. അപ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരികയാണ്. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരത്തിൻ്റെ നിറയെ ഉണ്ണിക്കണ്ണനെയൊക്കെ ഇങ്ങനെ വരച്ചത് കാണാം, അലങ്കാരങ്ങൾ കാണാം. പിന്നെ വലിയ അതായത് നമ്മുടെ വലിയ ബലിക്കല്ല് അത് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൊമ്പുകൾ, കേശവൻ്റെ രണ്ട് കൊമ്പുകൾ, അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവി. ഇതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും വിളക്കൊക്കെ കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ആ തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അതെന്താ വെച്ചാൽ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ നേരെ നോക്കുന്നത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് തന്നെയാണ്. കാരണം ആ വാതിൽപ്പടിയാണ് കയറണ ആ ഒരു സമയത്ത് ഇങ്ങനെ ഉയർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് കാണാൻ പറ്റും. പക്ഷേ അവിടെ അപ്പുറത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവുകൊണ്ട് അത് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ പ്രകാശം ഇങ്ങനെ കാണാം. അങ്ങനെ മുകളിലേക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അന്നൊരു പാമ്പിനെ കാണാണ്ട്. പാമ്പിൻ്റെ തല 3 തലകൾ വെച്ചിട്ടുണ്ട്. 3 തലയുള്ളൊരു പാമ്പ്, കാളിയമർദ്ദനാട്ടോ. അങ്ങനെ ആ പാമ്പിനെ ഇങ്ങനെ കാണാണ്ട് അത് ആ പട്ടമൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ആ പട്ടം കൊണ്ട് ഇങ്ങനെ ആയപ്പോൾ അത് കാളിയം പാമ്പിൻ്റെ തലയായി. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കാല് രണ്ടും, ഒരു കാലിങ്ങനെ അമർത്തി ചവിട്ടിയിട്ടുണ്ട്, വലത്തെ കാലിങ്ങനെ അമർത്തി ചവിട്ടിയിട്ടുണ്ട്, ഇടത്തെ കാലൊന്നിങ്ങനെ പൊക്കിയിട്ടുണ്ട്. നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, അതേപോലെ കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. ആ ഓരോ ചവിട്ടും ആ 3 എന്താ പറയുക, സർപ്പത്തിൻ്റെ തലയിലിങ്ങനെ ഫണത്തിൻ്റെ മുകളിലിങ്ങനെ ചവിട്ടുകയാണ്. ആ നൃത്തമാണ്, ആനന്ദ നൃത്തം. ചെറിയ പാമ്പുമാണ്, ചെറിയ ഉണ്ണിയാണ് കേട്ടോ, കുഞ്ഞ ഉണ്ണിയാണ്. അത്ര കാളിയമ്പാമ്പിൻ്റെ മുകളിലൊന്നും ചവിട്ടാനുള്ള അത്രയൊന്നും ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷേ ആൾ വളരെ എന്താ പറയുക, ശുഷ്കാന്തിയോട് കൂടിയിട്ടാണ്. എനിക്ക് തോന്നുന്നൊരു പ്രശ്നമല്ല, ഞാൻ ചവിട്ടി കളിക്കട്ടെ, അവൻ്റെ ദർപ്പമൊക്കെ അങ്ങനെ അടക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കളിയിലാണ്. അങ്ങനെ നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ അരയിലെ അരമണി കിങ്ങിനെയൊക്കെ കാണാണ്ട്. അതേപോലെ ഉണ്ണീനെ ഇങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ഒന്ന് തിളക്കം കൂടുതലുള്ളത് എന്താ വെച്ചാൽ 5 ഗോപീതിലകങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ കഴുത്തിൽ. അപ്പോൾ അതിങ്ങനെ തിളങ്ങുകയാണ്. അതിൻ്റെ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ അതും കൂടി ഇങ്ങനെ തിളങ്ങുമ്പോഴേ അതാണ് നമുക്ക് ഇത്ര തിളക്കമായിട്ട് തോന്നിയത്. അപ്പോൾ പിന്നെ ഉള്ളത് ഒരു വളയം പോലത്തെ മാല, പിന്നെ അതേപോലെ ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ ആണ് കാണാണ്ട്. അതൊക്കെ അതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ വലത്തെ കയ്യിലൊരു ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതിങ്ങനെ കുറച്ച് പൊന്തിച്ച് പിടിച്ചിട്ടുണ്ട്. ആ നൃത്തത്തിൽ ബാലൻസ് ഇങ്ങനെ ഇതാവുമ്പോൾ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വയ്ക്കില്ല, അതേമാതിരി വിളിക്കൊന്നല്ല. അതേപോലെ ഇടത്തെ കൈ കൊണ്ട് കാളിയമ്പാമ്പിൻ്റെ വാലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വാല് പിടിച്ച് തലയുടെ മുകളിൽ ഇങ്ങനെ കൊടുക്കുകയാണ് ചവിട്ട്, എന്നിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഉണ്ണിയെ കാണുന്നത്. പിന്നെ പീലി കാണാണ്ട് കളവം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടി മാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും. പിന്നെ അതേപോലെ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്താ വെച്ചാൽ വെളുത്ത പൂവിനാണ് കൂടുതൽ പ്രാധാന്യം. അതിൻ്റെ അടുത്ത് ചെറിയ പൊട്ട് പോലെ തെച്ചിയുണ്ട്. അങ്ങനെയുള്ള 2 മാലകളും. അപ്പം നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുകയാണ് എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരും ആ തിരുസന്നിധിയിൽ സോപാനപ്പടിയിൽ നിന്ന്
ശ്രീകോവിലിന് അകത്തേക്ക് ഇങ്ങനെ നോക്കി പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ആ പ്രാർത്ഥനകളൊക്കെ ഗുരുവായൂരപ്പൻ കേൾക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിങ്ങനെ ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ കണ്ണൻ്റെ ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് പിന്നെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് ഇങ്ങനെ കിടന്ന സപ്തമാതാക്കളെ കാണാം. സപ്തമാതാക്കളെ കണ്ട് തൊഴുത് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. എന്നാലും അവിടെ വന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അവിടുന്ന് കണ്ടു. അതേപോലെ ഗണേശനെയും കണ്ട് തൊഴാം. ഗണേശൻ്റെ അവിടെ എന്താ വെച്ചാൽ മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്. പിന്നെ നല്ല കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം താമരപ്പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെ അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് അവിടെ എത്തക്കൊട്ട് സരസ്വതി ദേവിയുടെ അടുത്തേക്ക് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ചെറിയ ഗണേശനെ കാണാം. ഗണേശനെ കണ്ട് ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽച്ചിലാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി ആ വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയാനുള്ള വെച്ചാൽ ഇന്നിപ്പോൾ ശ്രീപത്മനാഭൻ്റെ അവിടെ അതായത് തിരുവനന്തപുരത്ത് മുറജപം തുടങ്ങി. 6 വർഷത്തിലൊരിക്കലാണ് ഈ മുറജപം. വളരെ പ്രാധാന്യമുള്ള ചടങ്ങാണ്. അവിടെ എങ്ങനെയാ വെച്ചാൽ 4 ദിക്കിലും വേദികളുണ്ട്. അത് 8 ദിവസം വീതമുള്ള 7 മുറകളിൽ 58 ദിവസം നീളുന്നതാണ് ചടങ്ങുകൾ. വളരെ വളരെ എന്താ പറയുക 6 വർഷം എന്ന് പറഞ്ഞാൽ 6 വർഷത്തിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുമല്ലോ. അതെങ്ങനെയാ വെച്ചാൽ 4 വേദങ്ങളും 4 നടയിൽ അതായത് 4 സ്ഥലത്തായിട്ട് ഒരേ സമയം തന്നെ ഓരോ വേദങ്ങളും ഒരേപോലെ തന്നെ ചെല്ലുന്നതാണ്. അപ്പോൾ അതൊരു വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. കാരണം യജുർവേദമാണെങ്കിലും സാമവേദമാണെങ്കിലും അഥർവവേദമാണെങ്കിലും ഋഗ്വേദമാണെങ്കിലൊക്കെ ചെല്ലുന്നത് 4ഉം ഒരേപോലെ തന്നെ ഒരേ സമയത്ത് 4 ദിക്കിലായിട്ട് ചെല്ലുന്നു എന്നുള്ളതൊരു പ്രാധാന്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലക്ഷദീപം തുടങ്ങും. ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ 4 മണിക്കാണ് അത് ഗണപതി ഹോമത്തോട് കൂടിയിട്ടാണ് വേദ മന്ത്രാച്ചാരണം ആരംഭിച്ചത്. എന്തായാലും വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ അനന്തശായിയായ അനന്തപത്മനാഭനെ നമുക്ക് ഗുരുവായൂരിന്ന് എന്താ പറയുക തിരുവനന്തപുരത്ത് പോകാൻ കഴിയാത്തവർക്ക് അതും കൂടി വിചാരിച്ച് മുറജപം തുടങ്ങി എന്നൊക്കെ വിചാരിച്ച് നമുക്ക് അനന്തപത്മനാഭനെ ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് തൊഴാം. നമുക്കവിടെ പോകാൻ പറ്റുന്ന ആളുകൾക്ക് തിരുവനന്തപുരത്ത് പോവാം. അല്ലാത്ത ആളുകൾക്ക് ഭക്തർക്ക് ഇവിടെ നിന്ന് നമുക്ക് അനന്തപത്മനാഭനെ ഇവിടെ നിന്ന് തൊഴാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് കണ്ണനെയും കണ്ട് തൊഴുത് നേരെ മുരുകനെയും കണ്ട് തൊഴാം. പിന്നെ നേരെ നമ്മുടെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ കുങ്കുമം ഒന്നും അത്ര ഇല്ല കേട്ടോ. ഒരു ചെറിയൊരു മാല മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ബാക്കി നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മളൊന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കി തൊഴാം. അങ്ങനെ അതേപോലെ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും അതേപോലെ വസുദേവരെയും ഉണ്ണീനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ
വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ പോരുമ്പോൾ അവിടെ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഭഗവതിയുടെ അവിടേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ പോയി നോക്കാം. അങ്ങനെ പോയി നോക്കിയാൽ കാണാനുള്ളത് എന്താ വെച്ചാൽ നിറയെ മാലകളാട്ടോ, ഒരുപാട് മാലകളുണ്ട്. അർച്ചനപ്പൂക്കളും ധാരാളം. ഒന്നും താഴത്തൊന്നും കാണാനില്ലാത്ത മാതിരി, അതായത് പട്ടുടിപ്പിച്ചതൊന്നും കാണാനില്ലാത്ത മാതിരി പൂക്കളാൽ അലങ്കൃതമായിട്ടാണ്. അപ്പോൾ മുകളിലേക്ക് ആണെങ്കിലോ ഗോളകയാണ് ഇനി, പിന്നെ ധാരാളം മാലകളും. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂർ പോയി ദർശനം കിട്ടുന്ന പോലെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ അവിടുത്തെ അനുഗ്രഹം നമുക്ക് കിട്ടും. അങ്ങനെ അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാളിയമർദ്ദന രൂപിയെ ഒരിക്കൽ കൂടി കാണാം. അത് കഴിഞ്ഞൊന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരാം. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അപ്പോൾ ആ കിടാവിളക്ക് ഇങ്ങനെ കാണാം, അതൊന്ന് നമസ്കരിക്കുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴാണ് തിരക്ക് കേട്ടോ. അവിടെ എന്താ വെച്ചാൽ മാല ഇടാനുള്ളതും കെട്ട് നിറച്ചതൊക്കെ ആയിട്ടുള്ള തിരക്കുകളുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ അയ്യപ്പസ്വാമി ആ കിരീടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നല്ല വലിയ സ്വർണത്തിൻ്റെ കാശുമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കാതിൽ കുണ്ടലങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ ഭൂതനാഥനെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്ന് ബാക്കിയുള്ള തിരിഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ നമുക്ക് ഒന്നുകൂടി കാണാം. പിന്നീട് നാരായണാലയത്തിൽ വന്നിട്ട് ഉണ്ണിക്കണ്ണനെ ആ ഒരു രൂപം കാണാം, പൂന്താനം തിരുമേനി പൂജിച്ചിരുന്നത് ആ ചില്ലിൻ്റെ കൂട്ടിൽ. അപ്പോൾ അത് കണ്ട് തൊഴുത് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക്, ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാളിയമർദ്ദന രൂപി ഒന്നുകൂടി കണ്ട് തൊഴുത് തെക്കേ നടയിലേക്ക് വരാം. തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയും ഒക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് അനഘാകൃഷ്ണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ 5ാം സെമസ്റ്ററിൽ ഫുള്ളും പാസ്സാവണം, നല്ല മാർക്കോടെ പാസ്സാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ നമ്മളോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരാൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതേവരെയും ഭക്ഷണത്തിന് ടേസ്റ്റായിട്ട് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കനിയണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കൂടി. അതുപോലെ ശ്രീരാമകൃഷ്ണൻ ഉത്രം മോളുടെ വിവാഹം കഴിയാനൊക്കെ വേണ്ടിയിട്ടാണ്, എത്രയും പെട്ടെന്ന് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.